ഹായ് ഹലോ, ഇന്ന് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എക്സൈറ്റഡ് ആണ്. എന്താ ഉണ്ടാവുകയെന്നൊന്നും അറിയില്ല. ഞാൻ ഒട്ടും അങ്ങനെ എല്ലാം വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നുള്ള അങ്ങനത്തെ ഒരാളല്ല. ലിവിങ് ദി മൊമെന്റ് എന്നുള്ള ടൈപ്പ് ഒരാളാണ്. സോ എന്നെ കൊണ്ട് എനിക്ക് പറ്റുന്നുള്ളത് എനിക്കറിയില്ല. ടെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത്, നമുക്ക് 2 കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ട്. അത് രണ്ടും ഒരു ആഫ്റ്റർനൂൺ ഈവനിങ് ആ ഒരു ടൈമിൽ കൊടുക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് കുക്കിംഗ് ഉണ്ട്. രാവിലത്തേക്ക് ഉച്ചത്തേക്കും ഉള്ളത് കുക്ക് ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ച് എക്സ്റ്റീരിയർ വർക്ക്സ് നടക്കുന്നുണ്ട് ഇവിടെ. സോ അതൊന്നും മാനേജ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ഈവനിങ് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അവിടെ പോകാനുണ്ട്, ഗാദറിങ്. ആൻഡ് സോ ലെറ്റ് us meet together. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്തു. നമ്മുടെ വർക്കിന് വന്ന ആൾക്കാർക്കും ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. കാശ്മീരി സ്റ്റൈൽ ചിക്കൻ വസ്വാനാണ് ഞാൻ കറി ആയിട്ട് വെച്ചത്. രാവിലത്തേക്ക് ഉച്ചത്തേക്കിന് വേണ്ടി ഒറ്റ കറി വെച്ചു. ഫുഡൊക്കെ കൊടുത്തത് ഭയ്യമാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും നല്ല ഫുഡ് ഹോട്ടലിൽ ചെന്നാൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ. അങ്ങനെ അതിന്റെ സന്തോഷത്തിൽ തുള്ളിച്ചാടി ഞാൻ ബാക്കിയുള്ള പണിയെടുക്കാം. അപ്പോഴേക്ക് ആമി വന്നു. ഞങ്ങൾ കേക്കിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആമി സ്പഞ്ച് പ്രിപ്പ് ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ ബട്ടർ സ്കോച്ചിനുള്ള സോസ്, ഇൻഹൗസ് സോസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് റീസ്റ്റോക്കിംഗ് ആണ് എൻ്റെ പരിപാടി. നമ്മുടെ ആദ്യത്തെ ഓർഡർ മിനിമോസ് തീമിൽ 1 kg സോൾട്ടഡ് കാരമൽ കേക്കാണ്. പിന്നെ ഒരെണ്ണം കേക്കും അതിന്റെ കൂടെ കുറച്ച് കപ്പ് കേക്ക്സും പോപ്സിക്കിൾസും വരുന്ന ഒരു ഡെസേർട്ട് ഹാമ്പറാണ്. ആ കേക്കിന്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ അവിടെ അപ്പുറത്ത് ഡെസേർട്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട് മാറിയെങ്കിലും എക്സ്റ്റീരിയർ വർക്ക്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നല്ല തകൃതിയായിട്ടുള്ള വർക്ക് അവിടെ നടക്കുമായിരുന്നു. കുറേ പേര് എന്നോട് ഹോം ടൂർ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇടാം. നമ്മുടെ ഇന്റീരിയർ വർക്കും കംപ്ലീറ്റ് ആയിട്ടില്ല, എക്സ്റ്റീരിയർ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സിൽ കണ്ട ആ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തുന്ന ദിവസം നമ്മൾ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മുടെ 2 ഓർഡേഴ്സും കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തു കൊടുത്തത്. മൗസ് തീം കേക്ക് അവർ ഓൾറെഡി റെഫറൻസ് പിക്ചർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് ഫോണ്ടന്റ് വർക്ക്സ് വളരെ കുറവ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഡെസേർട്ട് ഹാമ്പർ ആണെങ്കിൽ അവർ ഓൾറെഡി നമ്മൾക്ക് ഒരു ഷെയ്ഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പ്ലെയിൻ ആയിട്ടാണ് കേക്ക് നമ്മളോട് ചോദിച്ചത്. പക്ഷേ അവർക്ക് ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടി നമ്മൾ കുറച്ച് ഡിസൈൻ വർക്കൊക്കെ അതിൽ ചെയ്തിട്ടാണ് കൊടുത്തത്. നമ്മൾ അറിയുന്നത് ഈ ബേബിയുടെ 4th ബർത്ത്ഡേ ആണ് ഇത്. ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അവർ കേക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട്. ആ ഫാമിലി മൊത്തം നമ്മുടെ കേക്കിന്റെ ഭയങ്കര ഫാനാന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ ഫസ്റ്റ് കേക്ക് നമുക്ക് തൃക്കാക്കരയിലോട്ട് ഡെലിവറി ചെയ്യാനുള്ളതാണ്. അങ്ങനെ സെക്കൻഡ് കേക്കിന്റെ വർക്കും കഴിഞ്ഞു. നമ്മളതെല്ലാം പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമുക്ക് റെഡി ആവണം. റെസ്റ്റ് എടുക്കാനൊന്നുമുള്ള ടൈം ഉണ്ടായിരുന്നില്ല. എല്ലാ വർഷവും ചെറിയ പെരുന്നാളിന്റെ പിറ്റേ ദിവസം നമ്മൾ എല്ലാവരും കൂടി കൂടാറുണ്ട്. അത് ഞങ്ങളുടെ ഉപ്പിച്ചിയുടെ ഓർമ്മ ദിവസമാണ്. ഉപ്പിച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പാടെ ഉമ്മാടെ വാപ്പായാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോയിൽ കൂടി കണ്ടിട്ടുള്ള പരിചയം മാത്രമേ എനിക്ക് ആളെ ഉള്ളൂ. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ കുറെ ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഗെയിംസ് ഒക്കെ തീർന്നു. ചെന്ന പാടെ കൂടിയ ഗെയിമിൽ ജയിച്ചതിന്റെ പ്രകടനമാണ് ആ കണ്ടത്. പിന്നെ ഓരോരുത്തരെയായി കണ്ട് സംസാരിക്കലും കുട്ടികളെയൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എല്ലാരും വലുതായി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഞാനാണ് അവിടുത്തെ മെയിനെന്ന്. വേറൊരു ഗെയിം നടത്തിയതിൽ ഞങ്ങൾ 2 പേരും തോറ്റു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ പണിഷ്മെൻ്റ് ആണ് ആ കാണുന്നത്. വേറൊരു 2 ടാസ്ക് ചെയ്തിട്ട് പോയിരുന്നോളാൻ പറഞ്ഞു. മാമ പാട്ടൊക്കെ പാടി രക്ഷപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് മൈക്ക് പിടിക്കുകയും ഇത്രയും വലിയ ക്രൗഡിനെ ഫേസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. എവിടെ ചെന്നാലും എത്ര ഒതുങ്ങിയിരുന്നാലും എന്നെ അവിടെയൊക്കെ പൊക്കുന്ന ഒരു പ്രശ്നം എനിക്കുണ്ട് ചെറുപ്പം തൊട്ടേ. ഇന്നും ആ പ്രശ്നം വിട്ടു പോയിട്ടില്ല എന്ന് തെളിയിച്ച ഒരു മൊമെന്റും കൂടെ ആയിരുന്നു. എല്ലായിടത്തും അടങ്ങി ഒതുങ്ങിയിരുന്ന എനിക്ക് തന്നെ ആയിട്ട് പണി കിട്ടി. പെട്ടെന്നൊരു ടാസ്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ഒന്നും പണ്ടേ ഒരു അപാര കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും ഞാൻ നിന്നില്ല. പിന്നെ മാമ പാടുന്നതിൻ്റെ കൂടെ പാടുന്ന പോലെയും കൈകൊട്ടിയൊക്കെ അഭിനയിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. പിന്നെ ഈ വീഡിയോയൊക്കെ എടുത്തോണ്ടിരുന്നത് കസനാണ്, മൂളൂട്ടി. അതെല്ലാം കഴിഞ്ഞ് ഫോൺ നോക്കിയപ്പോഴാണ് ഈ വീഡിയോയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ കാണണം. ചെന്നിരുന്ന് എന്നെ പിന്നെയും കുത്തിപ്പൊക്കി എൻ്റെ അടുത്ത് ടാസ്ക് തന്നു. റിയാസ് കാക്കയാണ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പരിപാടിയും. കാക്കാന്ന് വിളിക്കുമെങ്കിലും അതെൻ്റെ കൊച്ചാപ്പയാണ്.
സ്വന്തമായിട്ട് ഒരു സംരംഭം നടത്തുന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനാണ് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നും ഒരു ക്രൗഡിനോട് ഷൗട്ട് ഔട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ആ ചാൻസ് ഞാൻ ശരിക്കും യൂട്ടിലൈസ് ചെയ്തു. പിന്നെ സപ്പോർട്ട് പറഞ്ഞാൽ മുന്നേ ഞങ്ങളാണ് തുടക്കം തൊട്ടേ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പാർട്ടിയുമായിട്ട് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യുമായിരുന്നു. ചെറുതായിട്ട് കമ്പനി ഉണ്ടാക്കി ഭയങ്കര പേപ്പർ നമ്മൾ ഭയങ്കര ട്രെൻഡിങ് ആയ സമയത്ത് ഞങ്ങൾക്ക് അതിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു. ചെറുതായിരുന്നപ്പോ അതിന് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിയുമ്പോൾ ഞങ്ങൾ ഓരോരോ പാർട്ട് ടൈം ജോബ് വെറുതെ ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ഒരു പോക്കറ്റ് മണി കണ്ട് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അത് ട്യൂഷനായി, അതുപോലെ മെഹന്തി ആർട്ടിസ്റ്റ്, അങ്ങനെ പലതരം പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫേസ് ആയിരിക്കും ഈ കേക്ക് ബിസിനസ് ആണ് ഞാൻ ശരിക്കും വിചാരിച്ചത്. പക്ഷെ ഇന്നിപ്പോ ഈ കാണുന്ന പോലെ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നത് തുടക്കത്തിൽ ഞാൻ വിചാരിച്ചില്ല. ഇന്ന് ഇതിലോട്ട് എത്താൻ കാരണം ഒരുപാട് പേരാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്, അതുപോലെ ഞങ്ങളുടെ വർക്ക് കണ്ടു വന്ന ഒരുപാട് പേര് വിശ്വാസിന്റെ ഭയങ്കരമായ സപ്പോർട്ട് ഉണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരു എങ്ങനെ കോണ്ടാക്ട് വന്നതെന്ന് പോലും ഇപ്പൊ ശരിക്കും എനിക്ക് അറിയാൻ പാടില്ല. അതുപോലെ പല രീതിയിലുള്ള കോണ്ടാക്റ്റുകൾ ഞങ്ങൾക്കുണ്ട്. അവരാണ് ശരിക്കും ഞങ്ങളുടെ മെയിൻ സപ്പോർട്ട്. അവരൊരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നു, കേക്ക്സ് ഷെയർ ചെയ്യുന്നു, ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ ശരിക്കും കൂട്ടിൽ അറിയാൻ. പിന്നെ ഇപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ബേക്കിംഗ് സ്റ്റുഡിയോ സെറ്റ് ആയിട്ടുണ്ട്. അതിന് മെയിൻ സപ്പോർട്ട് എന്റെ ഹസ്ബൻഡാണ്. കല്യാണം രാവിലെ ടൈം ആയപ്പോൾ എന്റെ മെയിലാക്കണം ഇതിന് വേണ്ടിയിട്ട് അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ മനസ്സിൽ ആലോചിക്കുന്നതിന് മുമ്പേ തൊട്ടേ എന്നത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് എന്റെ ഉള്ളിൽ എപ്പോഴും അത് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ്. കുറെ പേര് നമുക്ക് എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല, ഞാൻ പരിചയപ്പെട്ടു. അതെന്നെ പോലെ അല്ല, നേരെ ഓപ്പോസിറ്റ്. അതിന്റെ ഒട്ടും സോഷ്യൽ മീഡിയ അല്ല. എനിക്ക് ഭയങ്കര കൂടുതലാണെങ്കിലും ആകെയാണ് കൂടുതൽ വർക്കിംഗ് ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ പുള്ളിക്കാരുടെ പെർഫെക്ഷൻ ആണ് ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചത്. ഭയങ്കര പെർഫെക്ഷൻ വേണം, ഇതിലോട്ട് ഇങ്ങനെ കയ്യിലെടുത്താണെങ്കിലും ഇതെത്തണം എന്നുള്ളതില് ക്ഷമയോടുകൂടി ചെയ്ത് എന്നെ ഇതുപോലെ ഇനി ചെയ്യണം എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഞങ്ങൾ ഇത്രയും ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അതിന് കാരണം ഞാൻ കൂടുതൽ ഞാൻ കൂടുതൽ സംസാരിക്കും, കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുക, അവരായിട്ടുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെയാണ് എന്റെ സൈഡ്. ആദ്യ സൈഡ് മാർക്കറ്റിംഗ്, അതാണ് എന്റെ സൈഡ്. ആദ്യ സൈഡാണ് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് വർക്ക്സ്. അങ്ങനെ പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാവരും കൂടി ഒരു ഫോട്ടോയും എടുത്ത് ഫുഡും കഴിച്ച് പിരിഞ്ഞു. ഫസ്റ്റ് വീഡിയോ ആയതിൻ്റെ കുറേ പോരായ്മകളുണ്ടെന്ന് അറിയാം. നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കമൻസും കമൻറ്റ് സെക്ഷനിൽ പറയണേ.